Hello, my dear friends. I'm your teacher Rama, and welcome back to my Easy English class. Today, we are going to talk about the future perfect continuous tense. Fourth member of future tense family. So let's go to the class. Future perfect continuous tense, also called future perfect progressive tense, is a little difficult to learn. Okay. This tense has something to do with the future and it has something to do with something continuing. If it is not future and continuing. We use this tense to say that something, an action, will have been going on for a certain period of time. We want to say how long something will have been going on at a particular time in the future or before a particular event in the future. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് അഥവാ ഫ്യൂച്ചർ പെർഫെക്റ്റ് പ്രോഗ്രസീവ് ടെൻസ് എന്ന് പറയുന്നത് ഭാവിയിലെ ഒരു സമയത്തിൽ, അവിടെ ഒരു സമയമുണ്ട്, ഭാവിയിലാണ് നടക്കുന്നത്, ഭാവിയിലെ ഒരു സമയത്തിൽ ഒരു പ്രവൃത്തി എത്ര കാലമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന പ്രവൃത്തി, അതൊരു പ്രത്യേക ടൈമിൽ, ഭാവിയിലെ ഒരു സമയത്തിൽ ഒരു പ്രവൃത്തി എത്ര കാലമായി തുടരുന്നു എന്ന് സൂചിപ്പിക്കാൻ ഈ ഒരു ടെൻസാണ് ഉപയോഗിക്കുന്നത്. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഭാവിയിലെ ഒരു സമയത്ത് വരെ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, കൂടെ തന്നെ വിൽ ഹാവ് ബീൻ ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ വെർബിൻ്റെ ഒന്നാമത്തെ രൂപമായിരിക്കും, കൂടെ INGയും ഉണ്ടായിരിക്കും, പിന്നെ ഫോർ പ്ലസ് ടൈം സമയം, ഇത്രയും ചേർന്നതാണ് ഈ ഒരു ടെൻസിൻ്റെ സ്ട്രക്ചർ. വൺസ് മോർ സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് V1 the base form of verb plus ING form plus 4 plus time. For example, by next year I will have been teaching for 10 years. ഇവിടെ സബ്ജക്റ്റ് ആരാണ്? I ആണ്. ഐൻ്റെ കൂടെ സബ്ജക്റ്റിൻ്റെ കൂടെ വിൽ ഹാവ് ബീൻ ഉപയോഗിച്ചിരിക്കുന്നു. കൂടെ തന്നെ വെർബിൻ്റെ ബേസ് ഫോമായ ടീച്ചിൻ്റെ കൂടെ ING ഫോം കൂടി ചേർത്തിരിക്കുന്നു, പിന്നെ ഒരു ഫോർ ചേർത്തിരിക്കുന്നു, അതോടൊപ്പം തന്നെ 10 years അവിടെ ടൈമും കൂടി പറഞ്ഞിരിക്കുന്നു. ഭാവിയിലെ ഒരു പ്രവർത്തനമാണ് പറഞ്ഞിരിക്കുന്നത്. ബൈ നെക്സ്റ്റ് ഇയർ. വൺസ് മോർ, ബൈ നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് ബീൻ ടീച്ചിങ് ഫോർ 10 years. അടുത്ത വർഷത്തോടെ ഞാൻ 10 വർഷമായി പഠിച്ചുകൊണ്ടിരിക്കും. ഷീ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 5 years ബൈ 2026. 2026 വരുമ്പോൾ അവൾ ഇവിടെ 5 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരിക്കും. കൂടുതൽ എക്സാമ്പിൾസ് ഒക്കെ കൂട്ടുകാർ കണ്ടുപിടിച്ച് വെക്കുമല്ലോ, ഗ്രാമർ നോട്ടിലെല്ലാം എഴുതുമല്ലോ. അടുത്ത ക്ലാസ്സിൽ എല്ലാ ടെൻസുകളുടെയും എക്സാമ്പിൾ സഹിതം കാണാം. Here I wind up today's class and see you in the next class with more examples. Till then, bye bye.